ബഹുമാന്യനായ അധ്യക്ഷൻ APC പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ്, പ്രിയപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തല, ശ്രീമതി ദീപാദാസ് മുൻഷി, ശ്രീ കൊടിക്കുന്ന് സുരേഷ്, ശ്രീ MM ഹസൻ എന്നിവരാൻ ഉൾപ്പെടെയുള്ള വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, തെന്നല സാറ് നമ്മളെ വിട്ടുപോയിട്ട് ഒരു വർഷം തികയുകയാണ്. എല്ലാ കോൺഗ്രസുകാരുടെയും മനസ്സിൽ നമ്മുടെ തറവാടിന്റെ കാരണവരായി നമ്മളെല്ലാം ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒരാളാണ് തെന്നല സാർ. പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി, പരാതികളില്ലാതെ, പരിഭവങ്ങളില്ലാതെ എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമുണ്ടാക്കാൻ വേണ്ടി തന്റേതായ ശൈലിയിൽ എല്ലാ കാലത്തും ഇടപെട്ടിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. പ്രശ്നപരിഹാരത്തിന് തെന്നല എന്ന് പറയുന്ന ഒരു ഫോർമുല തന്നെ ഒരു കാലത്ത് കോൺഗ്രസിലുണ്ടായി. സംഘർഷങ്ങളുണ്ടാകുമ്പോൾ, തർക്കങ്ങളുണ്ടാകുമ്പോൾ, പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ പരിഹാരത്തിന് ശ്രീ തെന്നല ബാലകൃഷ്ണപിള്ള വരും. എല്ലാവർക്കും സമ്മതനായവരാണ്. കോൺഗ്രസിനകത്ത് ഗ്രൂപ്പ് പ്രശ്നങ്ങളെല്ലാം കൊടികുത്തി വാണ നാളുകളിൽ പോലും എല്ലാ വിഭാഗങ്ങളിലും പെട്ട ആളുകൾ ഒരുപോലെ അംഗീകരിച്ചിരുന്ന, ഒരുപോലെ ഇഷ്ടപ്പെട്ടിരുന്ന, ഒരുപോലെ സ്നേഹിച്ചിരുന്ന ഒരാൾ. എല്ലാവർക്കും നീതി കിട്ടും എന്നുള്ളൊരു ബോധ്യം അദ്ദേഹത്തിൽ നിന്നുണ്ടായിരുന്നു. അദ്ദേഹം എല്ലാവരെയും ചേർത്ത് പിടിച്ചിരുന്നു. ചെറിയ തലമുറയിൽപ്പെട്ട ഞങ്ങളെയെല്ലാം ആ കാലഘട്ടത്തിൽ ഞങ്ങളോടെല്ലാം വ്യക്തിപരമായ ബന്ധവും സ്നേഹവും വാത്സല്യവും പകർന്നു തന്നിരുന്നു. എപ്പോഴും നമുക്ക് ഓർക്കാൻ കഴിയുക, ഉപദേശങ്ങൾ തേടി നമ്മൾ എത്തുന്ന ഒരു കാരണവരായിട്ട് തന്നെയാണ്. 2001 വലിയ ഭൂരിപക്ഷത്തോടുകൂടി UDF അധികാരത്തിൽ വന്ന ദിവസം പല കാരണങ്ങളുടെ പേരിൽ അദ്ദേഹത്തിന് KPCC പ്രസിഡന്റ് സ്ഥാനം ഒഴിയേണ്ടി വന്നു. ഒരു ഇല പൊഴിയുന്ന ശബ്ദം പോലും കേൾപ്പിക്കാതെയാണ് അദ്ദേഹം ആ സ്ഥാനത്ത് നിന്നും മാറിയത്. ആ പുഞ്ചിരി അപ്പോഴും ആ മുഖത്ത് നിലനിന്നിരുന്നു. ഇനി എന്ത് സംഘർഷങ്ങൾ മനസ്സിലുണ്ടെങ്കിലും അത് പുറത്തു കാണിക്കാതെ പാർട്ടിയുടെ തീരുമാനങ്ങൾ എപ്പോഴും അനുസരിച്ചു പോയിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം. എല്ലാവരും, അദ്ദേഹം ഒരു മുഖ്യധാരാ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് മാറി വിശ്രമിക്കുന്ന സമയത്ത് പോലും നമ്മളെല്ലാവരും ആദരവോടുകൂടി കണ്ടിരുന്ന, ബഹുമാനത്തോടുകൂടി സമീപിച്ചിരുന്ന, ഉപദേശങ്ങൾ തേടി പോയിരുന്ന, അനുഗ്രഹങ്ങൾ തേടി, വാത്സല്യം തേടി പോയിരുന്ന ഒരാളായിരുന്നു. ആ ഒരു വേർപാട് നമ്മുടെ തറവാട്ടിലെ ഒരു കാരണവരുടെ അഭാവമാണ് യഥാർത്ഥത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ ആദരവുകൾ അർപ്പിച്ചുകൊണ്ട് ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.